അടൂർ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി 16-കാരന്റെ അച്ഛൻ. SHOയുടെ നേതൃത്വത്തിൽ മകനെ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായി കുട്ടിയുടെ അച്ഛൻ ആരോപിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കള്ളക്കേസിൽ കൊടുക്കുമെന്നാണ് പോലീസിന്റെ ഭീഷണിയെന്നും കുട്ടിയുടെ അച്ഛൻ പറയുന്നു. കൂട്ടുകാർ ചേർന്ന് സുഹൃത്തിന്റെ സ്വർണ്ണവള വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് 16-കാരനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. എന്നാൽ സ്റ്റേഷനിലേക്ക് തുടർച്ചയായി വിളിപ്പിക്കുന്നത് കാരണം കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുവെന്ന് അച്ഛൻ ആരോപിച്ചു. കള്ളക്കേസിൽ കൊടുക്കുമെന്ന ഭീഷണിയുണ്ടെന്നും അച്ഛൻ പറയുന്നു. 16 വയസ്സുള്ള എൻ്റെ കുട്ടിയെ സ്റ്റേഷനിൽ നിരന്തരം വിളിക്കുകയും എൻ്റെ കുട്ടിയെ കള്ളനാക്കുകയും ചെയ്തു. അതുമാത്രമല്ല, അവൻ്റെ അച്ഛനും കള്ളനാണെന്ന് സ്റ്റേഷനിൽ പറയുകയും പിന്നെ എൻ്റെ കുട്ടിയെ മോഷണ കേസിൽ പ്രതിയാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതേപോലെ തന്നെ അടൂർ സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാരൻ എൻ്റെ ഭാര്യ വീട്ടിൽ എൻ്റെ കുഞ്ഞിനെ തിരക്കി വരികയും നാട്ടുകാരും ഒത്തറിയുകയും ചെയ്തു. എൻ്റെ കുഞ്ഞ് കുറച്ച് ദിവസമായിട്ട് മാനസിക വലിയ പ്രശ്നത്തിലാണ്. കുട്ടിയുടെ രക്ഷിതാക്കളെ വിവരമറിയിക്കുകയോ കാര്യങ്ങൾ ചോദിച്ചറിയുകയോ ചെയ്തിട്ടില്ലെന്ന കുറ്റപ്പെടുത്തലും പോലീസിന് നേരെയുണ്ട്. CWCയെ പോലീസ് വിവരമറിയിച്ചിട്ടില്ലെന്നും കുട്ടികളോട് കാര്യങ്ങൾ ചോദിക്കേണ്ട കൗൺസിലർമാരല്ല കുട്ടിയെ ചോദ്യം ചെയ്തതെന്നും അച്ഛൻ പരാതിയിൽ പറയുന്നു. എന്നോട് സ്റ്റേഷനിൽ നിന്ന് ചെല്ലാനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അറിവില്ലാതാണ് എൻ്റെ കുട്ടിയോട് വിളിപ്പിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയോട് പാലിക്കേണ്ട ഒരു നടപടിക്രമങ്ങളും അടൂർ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് കുടുംബം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് CWCക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയതിന് പിന്നാലെ പത്തനംതിട്ട SP സ്പെഷ്യൽ ബ്രാഞ്ചിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അടൂർ SHOക്കെതിരെ റിപ്പോർട്ട് നൽകിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതായാണ് കുട്ടിയുടെ കുടുംബം പറയുന്നത്. ഈ പരാതി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തത് വളരെ രഹസ്യ സ്വഭാവത്തിൽ അന്വേഷിക്കണം, ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് മറുപടി തന്നത്. അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അന്വേഷണം വരികയും ചെയ്തു. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് CAക്കെതിരെയാണെന്ന് CA അറിയുകയും CA ഉന്നത ഇടപെടൽ നടത്തി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ തന്നെ സ്ഥലം മാറ്റുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.